ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ജോൺ എക്സാമിന്റെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആൻസർ കീ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പം റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിനുള്ളിൽ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷൻ വന്നു നിന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു കട്ട് ഓഫിന്റെ ഒരു സാധ്യതയും കൂടി നമ്മൾ എത്രയാകാം എന്നുള്ള ഒരു സാധ്യത കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഏതെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടവയുടെ ഗണമാണ് ചോദിച്ചിരിക്കുന്നത്. സഹോദര സംഘം, യുക്തിവാദി മാസിക, വാവൂട്ടി യോഗം, ജ്ഞാനപ്രജാഗരം, പട്ടം മന്ത്രിസഭ. ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് സഹോദര സംഘം, യുക്തിവാദി മാസിക, പട്ടം മന്ത്രിസഭ എന്നിവ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആൻസർ കീയിൽ വന്നിരിക്കുന്നത്. പക്ഷെ പട്ടം മന്ത്രിസഭയില് സഹോദരൻ അയ്യപ്പൻ അംഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എയും ബിയും മാത്രമാണ് ശരിയായ ഉത്തരം. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചോദ്യം എന്തായാലും ആൻസർ കീയിൽ വന്നിരിക്കുന്ന ഉത്തരം മാറി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് റൈറ്റ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻസർ കീ എന്തായാലും ഇനി ഒഫീഷ്യൽ ആൻസർ കീ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചോദ്യം, ആ ഒരു ഓപ്ഷൻ ചേഞ്ച് ആയിട്ട് ഓപ്ഷൻ 1 തന്നെ വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അടുത്തതാണ്, പ്രസിദ്ധീകരണ വർഷം അനുസരിച്ച് ആത്മകഥകളുടെ പൂർവോത്തര ക്രമം. കണ്ണീരും കിനാവും, ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകള്, എന്റെ നാടുകടത്തൽ, കവിയുടെ കാൽപ്പാടുകൾ, കൊഴിഞ്ഞ ഇലകൾ. ഇതില് കാലമനുസരിച്ച് ശരിയായത് ഏതെന്നായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് കൊഴിഞ്ഞ ഇലകള് 2 ഭാഗങ്ങളിലായിട്ട്, ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന രീതിക്ക് 1960-ലും 65-ലും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പുസ്തക രൂപത്തിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പുറത്തു വരുന്നത്, 2 ഭാഗങ്ങളും ഒന്നിച്ചാക്കി ഒരു പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നത് 1978-ലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിലും മാറ്റം ഉണ്ടാകും. അതായത് ഓർഡറിൽ പറയുകയാണെങ്കിൽ എന്റെ നാടുകടത്തൽ ആദ്യം വരും. അതായത് ഓപ്ഷൻ സി 1911 ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം നമുക്ക് കണ്ണീരും കിനാവും വരും. ഓപ്ഷൻ എ ആണ് അതിനുശേഷം വരാൻ സാധ്യതയുള്ളത്. അതിനുശേഷം കവിയുടെ കാൽപ്പാടുകൾ 1975 വരും. അതിനുശേഷമാണ് കൊഴിഞ്ഞ ഇലകൾ 1978. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ക്രമം അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻ 1 ആണ്. പക്ഷെ ശരിയായിട്ടും ഈ ഒരു ഓർഡർ അനുസരിച്ച് നോക്കിയാല് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 4 ആണ് ശരിയായിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. CADEB ആണ് കറക്റ്റ് ഓർഡർ ആയിട്ട് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന കറക്റ്റ് ആൻസർ കീ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. പക്ഷെ ഓർഡർ അനുസരിച്ച് ഓപ്ഷൻ 4 ആണ് ശരിയായിട്ട് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇതും നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ആയി വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇവിടെ ഞാൻ ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകളിൽ ആദ്യത്തെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് ഇയറിലാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1978 ഏപ്രിലാണ് കൊഴിഞ്ഞ ഇലകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, പിന്നീടുള്ളത് ഈ 2 ചോദ്യവുമാണ്. അതായത് ഈ ഒരു ആത്മകഥകളുടെ ഈ ഒരു ക്രമവും അതേപോലെ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യവുമാണ് നമുക്ക് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആൻസർ കീയിൽ മാറ്റം വരുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഇത് രണ്ടുമെന്ന് പറയുന്നത്. ഇനി നമുക്ക് 1-2 ചോദ്യങ്ങൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണോ NTA റിലീസ് ചെയ്തിട്ടുള്ള ആൻസർ കീയിലെ ഉത്തരം തന്നെയാണോ കറക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സംശയം വന്നിട്ടുള്ള 1-2 ചോദ്യമുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, കലജീവിതം തന്നെ ആത്മപ്രകാശനവാദം, നിഷ്പക്ഷതാ വിരോധവാദം എന്ന തന്റെ 3 വാദങ്ങളെയും കുട്ടിക്കൃഷ്ണമാരാർ ചങ്ങലക്കണ്ണികൾ പോലെ
കോർത്തിട്ടിരിക്കുന്നുവെന്ന് സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നത് ഏത് ഗ്രന്ഥത്തെ പറ്റിയിട്ടാണ്? അപ്പൊ എല്ലാവർക്കും ഒരു സംശയം പോയത് സാഹിത്യവിദ്യയിലോട്ടാണ് അല്ലെ. സാഹിത്യവിദ്യയിൽ ഈ പറയുന്നത് പോലെ മാരാരുടെ വാദങ്ങളെല്ലാം ഒന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതിൽ എന്റെ തന്നിരിക്കുന്ന ആൻസർ കീയിൽ രാജാങ്കണമാണ് ഉത്തരമായിട്ട് വരുന്നത്. അത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. അഴീക്കോട് അദ്ദേഹത്തിന്റെ മലയാള സാഹിത്യ വിമർശനം എന്ന കൃതിയിലാണ് ഇപ്രകാരം പരാമർശിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, ആ ഒരു കൃതിയിലെ ഈ ഒരു പരാമർശം വന്നിട്ടുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. രാജാങ്കണത്തിന്റെ അവതാരികയില് ഗ്രന്ഥകാരൻ തന്റെ ഈ 3 വാദങ്ങളും, ഏതൊക്കെ വാദങ്ങൾ? കലജീവിതം തന്നെ, ആത്മപ്രകാശനവാദം, നിഷ്പക്ഷതാ വിരോധവാദം എന്നിവ ചങ്ങലക്കണ്ണികൾ പോലെ കോർത്തിട്ടിരിക്കുന്നത് കാണാം. ഓക്കെ, അദ്ദേഹം മലയാള സാഹിത്യ വിമർശനം എന്ന കൃതിയിലാണ് മാരാരുടെ രാജാങ്കണത്തിന്റെ അവതാരികയിൽ ഈ ഒരു 3 വാദങ്ങളും കോർത്തിട്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആൻസർ കീയിൽ വന്നിട്ടുള്ള ഉത്തരം കറക്റ്റ് തന്നെയാണ്. പിന്നീട് ഒരു സംശയം വന്നിട്ടുള്ള ചോദ്യമായിരുന്നു നിഘണ്ടുക്കളുടെ ഒരു ക്രമം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കേരള ഭാഷാ നിഘണ്ടുവിന് ശേഷമാണോ ശബ്ദസാഗരം എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ കീയിൽ വന്നിരിക്കുന്ന ഉത്തരം തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് 3ാമത്തെ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് തന്നെയാണ് ആൻസർ കീയിലും വന്നിരിക്കുന്നത്. കോളിൻസിന്റെ നിഘണ്ടുവാണ് ആദ്യം വരുന്നത് 1865. അതിനുശേഷം ഗുണ്ടത്തിന്റെ നിഘണ്ടു വരുന്നുണ്ട് 1872. അതിനുശേഷം ശബ്ദതാരാവലി 1923. ശബ്ദസാഗരം 1991. കേരള ഭാഷാ നിഘണ്ടു 1997. ഓക്കെ, അപ്പോൾ 3ാമത്തെ ഓപ്ഷൻ ആയിരുന്നു ആൻസർ കീയിൽ റൈറ്റ് ആൻസർ തന്നിരുന്നത്. അത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 2 ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും, അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തു പോയത്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ നമുക്കിപ്പം അത്ര ക്ലിയർ കട്ട് ആയിട്ട് കട്ട് ഓഫ് എത്ര ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും ഒരു സാധ്യത നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സാധ്യത കട്ട് ഓഫ് ഇത്ര വരുമെന്ന് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ തന്നെ നമുക്ക് കഴിഞ്ഞ ഡിസംബർ 2025 ആ ഒരു ടൈമിലെ നെറ്റ് എക്സാമിന്റെ മലയാളത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് JRFന് 210, നെറ്റിന് 184 ആയിരുന്നു. OBC കാറ്റഗറിക്ക് 196, JRF കട്ട് ഓഫ് 170 നെറ്റിന്റെ കട്ട് ഓഫ്. EWS 202 ആയിരുന്നു JRF കട്ട് ഓഫ്, 168 നെറ്റിന്റെ കട്ട് ഓഫ്. SC-കാർക്ക് 198 JRF കട്ട് ഓഫ്, 160 നെറ്റിന്റെ കട്ട് ഓഫ്. ST-കാർക്ക് 160 JRF-ഉം 152 നെറ്റിന്റെയും കട്ട് ഓഫ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഡിസംബർ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാം തന്നെ ആയിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു ഡിസംബറിൽ നടന്നിട്ടുള്ളത്. അതിനു മുന്നേ ജൂണിൽ എക്സാമിന്റെ ഒരു കട്ട് ഓഫ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ജനറലിന് JRF കട്ട് ഓഫ് 206 ആയിരുന്നു, നെറ്റിന് 180 ആയിരുന്നു. OBC-ക്ക് 196 ആയിരുന്നു JRF കട്ട് ഓഫ്, നെറ്റിന്റെ കട്ട് ഓഫ് 168. EWS-ന് JRF കട്ട് ഓഫ് 194, നെറ്റിന്റെ കട്ട് ഓഫ് 162. SC കാറ്റഗറിക്ക് JRF കട്ട് ഓഫ് 186, നെറ്റിന്റെ കട്ട് ഓഫ് 158. ST-കാർക്ക് JRF കട്ട് ഓഫ് 166, നെറ്റിന്റെ കട്ട് ഓഫ് 160 ആയിരുന്നു. ജൂണിൽ എക്സാം ഡിസംബർ എക്സാമിനെക്കാട്ടിലും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒരു വെരി ഡിഫിക്കൽട്ട് ലെവൽ എക്സാം എന്ന് നമുക്ക് ജൂണിലെ എക്സാമിനെ പറയാൻ സാധിക്കും. അതെ, ജൂണിലെ എക്സാമിനെ അപേക്ഷിച്ച് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു ഡിസംബർ എക്സാം എന്ന് പറയുന്നത്. ഈ 2 എക്സാമുകളെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇത്തവണ നമുക്ക് നടന്നിട്ടുള്ള ജൂൺ 2026 നടന്നിട്ടുള്ള എക്സാം എന്ന് പറയുന്നത്. പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഈക്വലി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊക്കെ കുറച്ച് അധികം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നീടുള്ളൊരു കാര്യം, ഇത്തവണ JRF ഓൺലി ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ വരെ
നെറ്റ് വിത്ത് JRF എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മാറി JRF ഫുള്ളി ഓപ്ഷനും വന്നിട്ടുണ്ട്. അതായത് മുന്നേ നെറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് JRF ഫുള്ളി അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇത്തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വരെ അങ്ങനെ ഇല്ലായിരുന്നു. നെറ്റ് കിട്ടിയവർക്ക് തന്നെ വീണ്ടും വീണ്ടും നെറ്റ് കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു JRF ഫുള്ളി ഓപ്ഷൻ വന്നത് കൊണ്ട് തന്നെ നെറ്റിന്റെ എണ്ണം, അതായത് ഈ പറയുന്നത് പോലെ നെറ്റ് കിട്ടാത്തവർ ആ ഒരു ചാൻസ് കരസ്ഥമാക്കാനുള്ള സാഹചര്യം ഇത്തവണ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തവണത്തെ ഒരു കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് ഒരു ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ്. ഇത് തന്നെ ആവണമെന്നില്ല. മേ ബി ഇതിൽ കൂടാം, ഇതിൽ കുറയാം. ഓക്കെ, അപ്പൊ ഞാൻ നെറ്റിന്റെ ഒരു കട്ട് ഓഫ് പറയാം. JRFന്റെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഓക്കെ, ജനറൽ കാറ്റഗറിക്ക് നെറ്റിന് എന്തായാലും നമുക്ക് ഒരു 190 അബവ് അല്ലെങ്കിൽ 190 അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് നെറ്റിന്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്കാർക്ക് പ്രതീക്ഷിക്കാം. OBC കാറ്റഗറിക്ക് 180 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എന്തിന് പ്രതീക്ഷിക്കാം? നെറ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് പ്രതീക്ഷിക്കാം. SC കാറ്റഗറിക്കാർക്ക് 170, 176 ആ ഒരു റേഞ്ചിനിടയിൽ നമുക്ക് നെറ്റിന്റെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. EWSകാർക്ക് 176 മാർക്ക് നമുക്ക് നെറ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് പ്രതീക്ഷിക്കാം. ST കാറ്റഗറിക്കാർക്ക് 164, 166 ആ ഒരു റേഞ്ചിൽ നമുക്ക് നെറ്റിന്റെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് സാധ്യത മാത്രമാണ്. ഇത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയല്ല, ജസ്റ്റ് ഒരു സാധ്യത നമ്മൾ പറയുകയാണ്. സോ JRFന്റെ കട്ട് ഓഫ് ഈ പറയുന്നത് പോലെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഇയേഴ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണത്തെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം ഒന്ന് നമുക്ക് ചിന്തിച്ചാൽ ജസ്റ്റ് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ എല്ലാവരുടെയും മാർക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുവിധം മാർക്കൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താനും നമ്മുടെ കമന്റ് ബോക്സ് നോക്കി കഴിയുമ്പോൾ കുറെ അധികം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആരും ടെൻഷൻ ഒന്നും ആവേണ്ട. നമ്മുടെ റിസൾട്ട് എന്തായാലും അടുത്ത വീക്കിനുള്ളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വിചാരിച്ച റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും ധൈര്യമായിട്ടിരിക്കൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.